സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമലാ ഗോവിന്ദ് എഴുതിയ നോവൽ രമ്യകം അവസാന ഭാഗം. പള്ളിമേടയിലെത്തി ഞാനിരുന്നു. ആ ചെറിയാൻ എവിടെയോ പോയി. എന്തു ചെയ്യാൻ? അവനെ ജാമ്യത്തിലിറക്കിയതും ജോണായിരുന്നില്ലേ? ഇനിയിപ്പോൾ കേസ് സമയത്ത് അവൻ വന്നില്ലെങ്കിലോ? എന്തേലും ചെയ്യണം. ഞാനിപ്പോൾ വിളിച്ചതിനൊരു കാര്യമുണ്ട്. ഫാദർ അകത്തേക്ക് ധൃതിയിൽ പോയി. പെട്ടെന്ന് തിരികെ വന്നു. ഞാൻ വീട്ടിൽ പോകും മുമ്പ് ഒരു ദിവസം ആനിയമ്മ ഇവിടെ വന്നു. മരിക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു എന്ന് തോന്നുന്നു. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ മാത്രം ഇത് ജോണിനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ് എൻ്റെ കൈവശം തന്നതാണ്. ഇതാ. ഫാദർ എൻ്റെ നേരെ നീട്ടി. ഞാൻ നോക്കി. ഒരു കവർ, ഒട്ടിച്ച ഒരു കവറായിരുന്നു അത്. ഞാനത് വാങ്ങി. ജോൺ വായിക്ക്, ഞാൻ ഈ ഡ്രസ്സ് മാറ്റിയിട്ട് ഇപ്പോൾ വരാം. ഞാൻ തലയാട്ടി. ഫാദർ പോയി. ഞാൻ ആ കവർ പൊളിച്ച് 2-3 പേപ്പറിൽ കുഞ്ഞു കുഞ്ഞക്ഷരങ്ങളിൽ ആനി കുത്തി കുറിച്ചിരിക്കുന്നു. അവൾ ഈ ലോകത്തു നിന്നും മറിഞ്ഞു കഴിഞ്ഞു മാത്രം ഞാൻ അറിയേണ്ടുന്ന എന്ത് കാര്യമാണ് അവൾക്കുള്ളത്? ഞാൻ കത്തിലൂടെ കണ്ണോടിച്ചു. എൻ്റെ ജോണിച്ച, എൻ്റെ മാത്രമായിരുന്ന ജോണിച്ച. ജോണിച്ചിന് ഈ കത്ത് വായിക്കുമ്പോൾ ഞാൻ ഈ ലോകത്തുണ്ടാകരുതേ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. എന്നും ജോണിച്ചനോടൊപ്പം നടക്കാൻ, ജോണിച്ചൻ്റെ സമീപത്ത് മാത്രം നിൽക്കാൻ ആഗ്രഹിച്ചവളാണ് ഞാൻ. നമ്മൾ തമ്മിലുള്ള അന്തരം എൻ്റെ ബോധമണ്ഡലത്തിൽ വരുമ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു, ജോണിച്ചൻ എന്നെ കെട്ടണ്ട, മറ്റേതെങ്കിലും പണക്കാരി പെണ്ണിനെ കെട്ടിക്കോട്ടെ. ഞാൻ ആ അടുക്കളയിൽ ജോണിച്ചൻ്റെ വേലക്കാരിയായി കഴിയും. എന്നാലും എനിക്ക് ആ സമീപത്ത് തന്നെ നിൽക്കണം, മറ്റെങ്ങും പോകാതെ. പക്ഷേ ഞാൻ ആഗ്രഹിച്ചതൊന്നുമല്ല സംഭവിച്ചത്. അല്ലെങ്കിലും എന്നെപ്പോലൊരു ഹതഭാഗ്യയുടെ ആഗ്രഹങ്ങൾക്ക് എന്തു പ്രസക്തി? ജോണിച്ചൻ അച്ചായൻ്റെയും അമ്മച്ചിയുടെയും ദുരന്തത്തിൽ പെട്ടുപോയി. ചെറിയാൻ വന്ന നാൾ മുതൽ ജോണിച്ചനെ കാത്ത് ഞാൻ ഉഴറി നടന്നു. എൻ്റെ നിർഭാഗ്യം, തലേവര, ജോണിച്ചൻ വന്നില്ല. എത്ര ശ്രമിച്ചിട്ടും എനിക്ക് അയാളുടെ ഉരുക്കുമുഷ്ടികളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ഞാൻ വല്ലാതെ എതിർത്തപ്പോൾ അയാൾ എൻ്റെ തല തറയിൽ ഇടിപ്പിച്ചു. ഞാൻ ബോധം കെട്ടുപോയി. പിന്നെ എന്ത് ചെയ്യും ജോണിച്ച? ഞാൻ തെറ്റുകാരിയാണോ? അയാൾ എന്നെ എന്തൊക്കെ ചെയ്തിരിക്കും? അന്ന് ഞാൻ തീരുമാനിച്ചതാണ് കൊല്ലണമെന്ന്. കാരണം അയാൾ എന്നെ കടിച്ചു കീറിയത് ജോണിച്ചനോടുള്ള വൈരാഗ്യത്തിനാണ്. നമ്മൾ തമ്മിലുള്ള ബന്ധം അപ്പൻ പറഞ്ഞറിഞ്ഞിട്ട്. പിന്നീട് ആ സംഭവം നടന്നു. അയാളുടെ ജീവൻ നഷ്ടപ്പെടും വരെ അയാൾ എന്നെ ഉപദ്രവിച്ചു, ജോണിച്ചൻ്റെ പേരിൽ. അയാൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച് ജീവിക്കപ്പെട്ട ഞാനെന്തിന് ജോണിച്ചനെ സ്നേഹിച്ചു എന്നതായിരുന്നു ചോദ്യം. ഓരോ മർദ്ദനം ഏൽക്കുമ്പോഴും ഞാൻ കരുതും കൊല്ലണമെന്ന്. പക്ഷെ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ തികച്ചും യാദൃശ്ചികമായിട്ട് അയാളെ കൊന്നതിൽ എനിക്കൊരു സങ്കടവുമില്ല. അയാൾ എൻ്റെ ആരുമായിരുന്നില്ല. അതാണെൻ്റെ സന്തോഷം. ഒരിക്കൽ അയാളെ രക്ഷിക്കാൻ ഞാൻ പിന്നെ ജോണിച്ചൻ്റെ അടുത്ത് വന്നത് എന്തിനെന്നല്ലേ? എൻ്റെ ആരോഗ്യനില പരിപൂർണമായും തകരാറിലാണെന്ന് മറ്റാരേക്കാൾ ഞാൻ അറിഞ്ഞിരുന്നു. എന്ന് വേണമെങ്കിലും മരണം മാടി വിളിക്കാവുന്ന നില. ഞാൻ മരിച്ചാൽ എൻ്റെ കുഞ്ഞ്, പ്രസവിക്കാൻ കഴിഞ്ഞാൽ ഞാൻ ചുമക്കുന്ന കുഞ്ഞ്, ഇവർക്ക് ആരുമില്ലാതെ വരരുത്. രാഗിയിട്ടാണെങ്കിലും തല്ലിയിട്ടാണെങ്കിലും അവർക്ക് ആഹാരം കൊടുക്കാൻ ഒരാൾ. അതിനുവേണ്ടി അയാൾ രക്ഷപ്പെടണം, ജീവിച്ചിരിക്കണം. പക്ഷേ ഇന്ന് അയാളില്ല. ഞാൻ തന്നെ എൻ്റെ ഈ കൈകൊണ്ട് ചെയ്യേണ്ടി വന്നു. അതിലല്ല സങ്കടം. എൻ്റെ കുട്ടിക്ക് ആഹാരം കൊടുക്കാനുള്ള ആളെയാണ് ഞാൻ കൊന്നത്. മരണം എന്നെ മാടി വിളിക്കുന്നു. എനിക്ക് തീർച്ചയുണ്ട് എൻ്റെ വയറ്റിൽ വളരുന്ന ഈ ജീവൻ പുറത്തെത്തുകയില്ലെന്ന്. എത്താതിരിക്കട്ടെ. ഈ ലോകത്ത് 2 അനാഥ കുഞ്ഞുങ്ങളെ ശേഷിപ്പിക്കാൻ എനിക്കിടയാകാതിരിക്കാൻ പിതാവ് എന്നെ അനുഗ്രഹിക്കട്ടെ. ആ തിരുസന്നിധിയിൽ നിന്നും ഞാൻ ഒത്തിരി പാടിയതല്ലേ. എൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കുമോ? ഒരു കുട്ടിയെയും കൊണ്ട് ഞാൻ പോയാലും ഈ ഭൂമിയിൽ ഒരു കുട്ടി ശേഷിക്കും. എൻ്റെ കുഞ്ഞുമോൾ. ജനിച്ചിട്ട് സുഖവും വാത്സല്യവും ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത എൻ്റെ കന്നിക്കുരുന്ന്. പട്ടിണിയും ചവിട്ടും ക്രൂരമായ ഭർസനങ്ങളും തെറിയും മാത്രം കിട്ടി വളർന്നവൾ. 10 മാസം ചുവന്ന് നൊന്തു പ്രസവിച്ച എനിക്ക് പോലും കഴിഞ്ഞിട്ടില്ല ഒരിറ്റ് സ്നേഹവും വാത്സല്യവും അതിന് പകർന്നു കൊടുക്കാൻ. കാരണം എൻ്റെ മനസ്സിൽ ആ 2 വികാരങ്ങളും എന്നേ മരിച്ചു മണ്ണടിഞ്ഞിരിക്കുന്നു. ഈ കത്തെഴുതി ഞാൻ ഫാദറിനെ ഏൽപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അപ്പനും അമ്മയും മരിച്ചു ആരോരുമില്ലാത്ത ഈ ലോകത്ത് ശേഷിക്കുന്ന എൻ്റെ കുഞ്ഞുമോൾക്ക് വേണ്ടിയാണ്. എൻ്റെ കുഞ്ഞുമോളെ അനാഥയാക്കരുത്. ജോണിച്ചൻ അവളെ ഏറ്റെടുക്കണം. വീട്ടിലേക്ക് കൊണ്ടുപോകാനോ റീത്ത ചേച്ചിയെ ബുദ്ധിമുട്ടിക്കാനോ അല്ല. ഏതെങ്കിലും നല്ല ഒരു അനാഥാലയത്തിലാക്കിയാൽ മതി. അവൾക്ക് നല്ല ആഹാരവും ശിക്ഷണവും കിട്ടി മിടുക്കിയായിട്ട് വളരാനുള്ള ഏർപ്പാട്. അതുമാത്രമാണ് എൻ്റെ അപേക്ഷ. ഇതൊന്ന് പറയാൻ എനിക്ക് ലോകത്തിൽ ജോണിച്ചനല്ലാതെ മറ്റാരുമില്ല. മറ്റാരോടും എനിക്കിത് പറയാൻ വയ്യ. കുഞ്ഞുമോളുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാനുള്ള അർഹതയും
ജോണിച്ചന് മാത്രമേയുള്ളൂ. കാരണം അവൾ ജോണിച്ചൻ്റെ സമ്മാനമാണ്. ജോണിച്ചൻ എനിക്ക് തന്ന സമ്മാനം. ജോണിച്ചൻ്റെ മോളാണവൾ, നമ്മുടെ മോൾ. എൻ്റെ പിതാവേ, എന്താണിവൾ എഴുതിയിരിക്കുന്നത്? ഞാൻ നാലുപാടും നോക്കി, പകപ്പോടെ കിതപ്പോടെ. എൻ്റെ കണ്ണുകൾ ഫാദറിൻ്റെ മുറിയിലിരിക്കുന്ന കന്യാമാതാവിൻ്റെ മുഖത്തു പതിഞ്ഞു. മടിയിലിരിക്കുന്ന ഉണ്ണിയേശുവിൻ്റെ മുഖത്തു പതിഞ്ഞു. പുഞ്ചിരിയോടെ മാതാവും ഉണ്ണിയീശോയും എന്നോട് പറഞ്ഞു, ആനിയമ്മ പറയുന്നത് സത്യമാണ്. എൻ്റെ ഹൃദയം ത്രസിച്ച് പൊട്ടിപ്പോകാൻ വെമ്പുന്നു. കണ്ണുകൾ തുളുമ്പുന്നു. എനിക്ക് ചുറ്റും ആരൊക്കെയോ നിന്ന് പനിനീർ വിസറി കൊണ്ട് വീശുന്നു. ഓ അല്ല, ആരോ എന്നെ തിളച്ച നെയ്യിൽ മുക്കുകയാണ്. വിങ്ങി വിയർത്ത് ഞാൻ വീണ്ടും കത്തിലേക്ക് നോക്കി. ഓർക്കുന്നോ പള്ളിപ്പറമ്പിൽ നമ്മൾ ഒരുമിച്ച രാത്രി? ജോണിച്ചൻ ഡൽഹിയിൽ നിന്നും തിരിച്ചു വരുമ്പോൾ പറയാൻ കാത്തിരുന്നു. പക്ഷേ അതിനു മുമ്പേ ക്രൂരമായി ഞാൻ കശാപ്പ് ചെയ്യപ്പെട്ടില്ലേ? എന്നിട്ട് മരിക്കാമായിരുന്നില്ലേ എന്നോടൊരിക്കൽ ജോണിച്ചൻ ചോദിച്ചു. ഞാൻ ആ നിമിഷം മരിക്കുമായിരുന്നു ജോണിച്ച. പക്ഷേ എൻ്റെ ജോണിച്ചൻ്റെ കുഞ്ഞു പതിപ്പ് എൻ്റെ വയറ്റിൽ കിടക്കവേ അതൊന്ന് പറയുക പോലും ചെയ്യാതെ ഞാൻ എങ്ങനെ ജീവൻ എടുക്കും ജോണിച്ച? പക്ഷേ പറയും മുമ്പേ എന്നെ ഈ നാട് കടത്തി. പിന്നെ ജോണിച്ചനെ ഉപദ്രവിക്കേണ്ടെന്ന് കരുതി, നോവിക്കേണ്ടെന്ന് കരുതി. പക്ഷേ അയാൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലായി ഞാൻ ഗർഭിണിയാണെന്ന്. ജോണിച്ച, അത് തീർച്ചപ്പെട്ട അന്ന് മുതൽ ആരംഭിച്ചതാണ് എനിക്കുള്ള സമ്മാനങ്ങൾ തരാൻ. കുത്തിവരയും പൊള്ളിക്കും എൻ്റെ ശരീരം മുഴുവൻ അയാൾ ഇടിച്ച് ചതച്ച് നീരെടുക്കുകയാണ്. ഞാൻ അമ്പരക്കുന്നു. എന്നിട്ടും കുഞ്ഞുമോൾ ജനിച്ചല്ലോ എന്ന്. അവൾ ജനിച്ച നാൾ മുതൽ അവളെയും ഉപദ്രവിച്ചു. എന്നിട്ടും ഇന്നും അവൾ ജീവിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടാണ് ജോണിച്ചൻ അയാളെ ജാമ്യത്തിൽ ഇറക്കിയതെന്ന് അയാൾക്ക് മനസ്സിലായി. ജയിലിൽ നിന്നും വന്നപാടെ എനിക്കതിനുള്ള സമ്മാനം കിട്ടി. ക്രൂരമായിരുന്നു ആ സമ്മാനം, അതിക്രൂരം, വിവരിക്കാൻ വാക്കുകളില്ലാത്ത സമ്മാനം. ജോണിച്ച, ഈ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് എന്തിനെന്നോ? ഒരു ദിവസം ജോണിച്ചൻ്റെ മുൻപിലിട്ട് എന്നെയും കുഞ്ഞുമോളെയും വെട്ടിക്കൊല്ലാൻ കഴിഞ്ഞില്ല ഒന്നും. ഞാൻ എത്ര സന്തോഷിച്ചുവെന്നോ? ജോണിച്ചൻ കുഞ്ഞുമോൾക്ക് പലഹാരവും പോഷകാഹാരവും ഉടുപ്പുകളും കൊണ്ടുവരുമ്പോൾ പണം വിലക്കിയ ഞാൻ അതൊക്കെ വിലക്കാതിരുന്നത് എന്തിനെന്നറിയാമോ? ഒരപ്പൻ മകൾക്ക് ആദ്യമായി കൊടുക്കുന്ന ആഹാരം, വസ്ത്രം. എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. ഞാനാകെ കോരി തരിച്ചുപോയി. ഞാൻ സംതൃപ്തിയോടെ അന്ന് ചിരിച്ചു. അന്ന് മുതൽ ഉറങ്ങി. ജോണിച്ച, ഞാനീ പറയുന്നതൊക്കെ പിതാവാണേ, ജോണിച്ചനാണേ, സത്യമാണേ. കുഞ്ഞുമോളെ തള്ളി പറയല്ലേ. അവളെ എവിടെയെങ്കിലും കൊണ്ടുപോയി സുരക്ഷിതയായി വളർത്തണേ. അവൾ കാരണം ഒരിക്കലും ജോണിച്ചനോ റീത്ത ചേച്ചിയോ സങ്കടപ്പെടാനും ഇടയാക്കല്ലേ. എൻ്റെ മോൾക്കും ജോണിച്ചനും വേണ്ടി മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ മുകളിൽ നിന്ന് നോക്കും. ഇനി നിർത്തട്ടെ ജോണിച്ചൻ്റെ മാത്രമായ ആനി. തള്ളിപ്പറയരുതെന്ന്. കുഞ്ഞുമോളെ, എൻ്റെ പിതാവേ, തള്ളിപ്പറയാനോ എൻ്റെ കുഞ്ഞിനെ? എൻ്റെ രക്തത്തിൽ പിറന്ന ആദ്യ സന്താനത്തിനെ, ഞാനൊരു പുരുഷനാണെന്ന് അംഗീകരിച്ചു തരുന്ന എൻ്റെ കന്നിക്കുഞ്ഞിനെ ഈ ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയണം. ഉറക്കെ ഉറക്കെ, ഞാനൊരു പുരുഷനായിരിക്കുന്നു. എനിക്കൊരു കുഞ്ഞുണ്ട്. എന്നെ പപ്പാന്ന് വിളിക്കാൻ എനിക്കൊരു കുഞ്ഞ്. ഫാദർ പുറത്തേക്ക് വരുന്നത് കാത്തു നിൽക്കാനുള്ള ക്ഷമ എനിക്കില്ലായിരുന്നു. ആ കത്ത് പോക്കറ്റിൽ തിരികെ ഞാൻ ഇറങ്ങി ഓടി. പള്ളിപ്പറമ്പിൽ ഞാനും ആനിയമ്മയും കഴിച്ചു കൂട്ടിയ ഒരു രാത്രി. ആ രാത്രിയുടെ ഫലം താൻ മാത്രം അറിയാതെ പോയി. പക്ഷേ ആ രാത്രിയുടെ ഫലം അതിക്രൂരമായി ആനി അനുഭവിച്ചു. എൻ്റെ ദൈവമേ, എനിക്ക് വേണ്ടി എൻ്റെ ആനി എന്തൊക്കെ അനുഭവിച്ചു. അവൾ ആര്, ദേവതയോ? ഞാനൊരു ക്രൂരനാണ്. ഞാൻ സുഖമായി ജീവിച്ചപ്പോൾ ഞാനും കൂടി ചെയ്ത തെറ്റിൻ്റെ ഫലം അവൾ മാത്രം അനുഭവിച്ചു. ഒരുപക്ഷെ ഞാൻ വൻ പണക്കാരനും സ്വാധീനമുള്ളവനും ആയതിനാലാകാം ചെറിയാൻ എന്നെ നേരിടാൻ വരാതിരുന്നത്, അവസരത്തിനായി കാത്തിരുന്നതും. 3 വർഷം അയാൾ അനുഭവിച്ച ആത്മപീഡനത്തിൻ്റെ ആകെത്തുകയായിരിക്കാം അയാൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചത്. ആഗ്രഹിച്ചിരുന്ന് കെട്ടിയ പെണ്ണ് മറ്റൊരുവൻ്റെ കുട്ടിയെ വയറ്റിൽ ചുമക്കുന്നു എന്ന അപമാനം, മറ്റൊരുത്തൻ്റെ കുട്ടിക്ക് തന്തയാകേണ്ടി വരുന്ന ഗതികേട് താനാണെങ്കിൽ സഹിക്കുമോ? പോരാഞ്ഞിട്ട് അയാൾ വരുമ്പോൾ താൻ രാത്രി സമയത്ത് വീട്ടിനുള്ളിലും. കൊല്ലാൻ ശ്രമിച്ചത് തെറ്റല്ല. അതുവരെ എനിക്ക് ചെറിയാനോട് തോന്നിയിരുന്ന എല്ലാ വെറുപ്പും വീണടിഞ്ഞു. എന്തൊക്കെ മറന്നാലും ഒന്നും മറക്കാൻ പാടില്ല. അയാളുടേതല്ല എന്ന് പൂർണ്ണമായും അറിഞ്ഞുകൊണ്ട് തന്നെ രാഗിയും തല്ലിയിട്ടാണെങ്കിലും 2.5 വർഷം എൻ്റെ കുഞ്ഞിന് ചോറ് കൊടുത്തത് അയാളാണ്. ആ നന്ദിയും കൂറും എൻ്റെ മനസ്സിലുയർന്നപ്പോൾ മനം വല്ലാതെ നൊന്തു. ആ നൊമ്പരവും കൂടി സഹിച്ചാണ് ഞാൻ കാറിനടുത്തേക്ക് പാഞ്ഞു ചെന്നതും. എന്താ ജോൺ, എന്താ പ്രശ്നം? ഇയാൾ വല്ലാതെ ഇരിക്കുന്നല്ലോ, വിയർക്കുന്നുണ്ടല്ലോ.
ഫാദർ എന്തിനാണ് വിളിച്ചത്? ഫെർണാണ്ടസ് ചോദിച്ചു. ഓ നത്തിങ്, കാർ വിടാം. ഫാദർ വിളിച്ചത് പറയാം, ഇത്തിരി കഴിയട്ടെ. ഞാൻ ഒഴിഞ്ഞു മാറി. ഓക്കെ ഓക്കെ, ഫെർണാണ്ടസ് സമ്മതിച്ചു. ഞാനും ആനിയമ്മയും ഫാദറും തമ്മിലുള്ള ബന്ധം ഒരിക്കലും ഫെർണാണ്ടസിന് അറിയില്ലല്ലോ എന്ന് തന്നെ ഞാൻ സമാധാനിച്ചു. കാർ വിട്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരേ ഒരു ചിന്ത കുഞ്ഞുമോളെക്കുറിച്ചായി. ആനി മരിച്ചിട്ടിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. ഈ ഒരാഴ്ച ആ കുട്ടി എവിടെയായിരുന്നു? അതിനെ ആരെങ്കിലും കൊണ്ടുപോയോ? വിശന്നിട്ടവൾ കാറി കരഞ്ഞിട്ടില്ലേ? അതോ ആരും നോക്കാതെ വിശന്ന് കരഞ്ഞ് കരഞ്ഞ് ഒടുവിൽ ആ കുഞ്ഞ്? എൻ്റെ ചങ്കിടിച്ചു. ഓ മൈ ഗോഡ്! ഞാൻ കാർ ഇത്തിരി കൂടി സ്പീഡിൽ വിട്ടു. കാർ പാഞ്ഞു പോവുകയാണ്. എടോ, ഇത് പഞ്ചായത്ത് വഴിയാ, കാർ പതിയെ വിട്, ഫെർണാണ്ടസ് പറഞ്ഞു. എൻ്റെ ലക്ഷ്യം ചെറിയാൻ്റെ ആ വീടായിരുന്നു. വളവ് തിരിഞ്ഞ് കാർ പാഞ്ഞു പോകുമ്പോൾ ദൂരെ നിന്ന് തന്നെ ഞാൻ കണ്ടു കുഞ്ഞുമോളെ. ആ കുടിലിന് മുന്നിൽ മുറ്റത്തിൻ്റെ അവസാനം വഴിയരികിലായി എൻ്റെ കുഞ്ഞ്. കാറി കരയുകയാണവൾ. ഞാൻ കാർ പെട്ടെന്ന് ചവിട്ടി നിർത്തി. ഫെർണാണ്ടസ് ഞെട്ടിപ്പോയി. ഇയാൾക്ക് എന്തു പറ്റി? മുമ്പോട്ടാഞ്ഞ അയാൾ ബാലൻസ് പിടിച്ച് നേരെ ഇരുന്നിട്ട് സ്വയം ചോദിച്ചു. ഞാൻ മിണ്ടിയില്ല. ഡോർ വലിച്ചു തുറന്ന് പുറത്തിറങ്ങി. കീറിപ്പറഞ്ഞ പഴകിയ മുഷിഞ്ഞ് നാറ്റം വെച്ച ഒരു ഉടുപ്പ്, പാറിപ്പറന്ന തല, പീള കെട്ടിയ കുഞ്ഞു കണ്ണുകൾ, കണ്ണീരൊഴുകിയും ഉണങ്ങിയും കുഞ്ഞു കവിളുകൾ. ഒരു കൈ തലമുടിയിൽ ചുറ്റിപ്പിടിച്ചിരുന്നു നിസ്സഹായതയോടെ. ഈ ലോകത്തിന് നേരെ നോക്കി വെറും മണ്ണിലിരുന്നവൾ കരയുകയാണ്, ആരും നോക്കാനില്ലാതെ. അടുത്ത് ചെന്നപ്പോൾ സഹിക്കാനാവാത്ത ദുർഗന്ധം. പക്ഷെ ഞാൻ ആകെ തകരുകയായിരുന്നു. എൻ്റെ കുഞ്ഞ്, പട്ടുമെത്തയിൽ ഉറങ്ങാൻ വിധിയില്ലാതിരുന്ന എൻ്റെ പൊന്നുമോൾ. ഞാൻ അവളെ കോരിയെടുത്തു. ആരോടും ചോദിക്കാനില്ലായിരുന്നു, ആരും കാണാനുമില്ലായിരുന്നു. അവളെയും കൊണ്ട് ഞാൻ കാറിൽ കയറി. ഛേ, ഇതെന്ത്? അയ്യോ, എന്തൊരു നാറ്റം! ഫെർണാണ്ടസ് മൂക്ക് പൊത്തി. ഇതാ ചെറിയാൻ്റെ കൊച്ചല്ലേ? താനിതെന്തോന്നായി കാട്ടുന്നത്? അല്ല, ഇതെൻ്റെ കുട്ടിയാണ് എന്ന് പറയാമായിരുന്നു എനിക്ക്. പറഞ്ഞില്ല. പറഞ്ഞാൽ ഒരുപാട് കഥകളുണ്ട്. ഞാനൊന്നും പറഞ്ഞില്ല. പകരം കാർ സ്റ്റാർട്ട് ചെയ്തു. കുഞ്ഞുമോൾ എൻ്റെ നെഞ്ചിൽ ചേർന്നിരുന്നു. അപ്പോഴും കരഞ്ഞു. നാശം! ഇയാൾക്ക് ഭ്രാന്താണോ? ഫെർണാണ്ടസ് ചെവി പൊത്തി. ഒരു ചവിട്ടിന് ഞാൻ അയാളെ കാറിന് വെളിയിലേക്ക് തള്ളാമായിരുന്നു. പക്ഷെ പാടില്ല. എൻ്റെ ആനിയെ കൊലപാതകിയാക്കാതെ കൊലമരത്തിൽ കയറ്റാതെ കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞത് അയാൾ കാരണമാണ്. എൻ്റെയും മാനം സൂക്ഷിക്കുന്നവൻ, എല്ലാ സഹായങ്ങളും ചെയ്തവൻ. മറക്കാൻ വയ്യ. ഞാൻ പറഞ്ഞു. ഈ കുട്ടിക്ക് അപ്പനും അമ്മയുമില്ല. ഞാൻ കാരണം. എനിക്ക് കുട്ടികളുമില്ല. ഓ, ഇതപ്പോൾ പ്രായശ്ചിത്തമാണല്ലേ? പ്രായശ്ചിത്തം അതേയെന്ന് കരുതിക്കോളൂ. പ്രായശ്ചിത്തം തന്നെ. ഈ കുട്ടിയോടും ചെറിയാനോടും ആനിയോടും എന്നോടും ഒക്കെയുള്ള ഒരു പ്രായശ്ചിത്തം. ആ കൊള്ളാം. റീത്ത അംഗീകരിക്കുമോ? അംഗീകരിക്കും, അതാണെൻ്റെ വിശ്വാസം. എന്ത് പറഞ്ഞ് അംഗീകരിപ്പിക്കും? എന്തെങ്കിലും പറയണം. ആലോചിച്ചില്ല. ഫെർണാണ്ടസ് പിന്നെ മിണ്ടിയില്ല. അയാളുടെ താമസ സ്ഥലത്ത് അയാൾ ഇറങ്ങി. ഞാൻ കാർ തിരിച്ചു. കുറേ എത്തിയപ്പോൾ ഞാൻ കാർ നിർത്തി. അതുവരെ അടുക്കി പിടിച്ചിരുന്ന എല്ലാ വികാരവും തള്ളിത്തുറന്ന പോലെ ഞാൻ എൻ്റെ കുട്ടിയെ ആഞ്ഞു പുൽകി. പാറിപ്പറന്ന തലയിലും പീള കെട്ടിയ കണ്ണുകളിലും കണ്ണീരുണങ്ങിയ കുഞ്ഞു മുഖത്തും നെഞ്ചിലും ശരീരം ആസകലം ഉമ്മകൾ കൊണ്ട് ഞാൻ മൂടി. മാലിന്യം നിറഞ്ഞ ദുർഗന്ധം വെച്ച ശരീരം. എനിക്കത് പനിനീരിൻ്റെ സുഗന്ധമായിരുന്നു. അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത എന്തോ ഒന്ന് എന്ന് തോന്നിയതിനാലായിരിക്കും. കുഞ്ഞ് പെട്ടെന്ന് കരച്ചിൽ നിർത്തി. കുഞ്ഞു കണ്ണുകൾ തുറന്ന് എന്നെ നോക്കി. ഞാൻ വീണ്ടും ഉമ്മ വെച്ചു. ഒരു കൈ കൊണ്ട് അവളെ എൻ്റെ നെഞ്ചിൽ അടുക്കി ചേർത്ത് ഞാൻ കാർ സ്റ്റാർട്ട് ചെയ്തു. കാർ നീങ്ങി. റീത്ത, ഇതാ എൻ്റെ കുട്ടി, നമ്മുടെ കുട്ടി എന്ന് പറയണം. ഇന്നു മുതൽ നമുക്ക് കുഞ്ഞുണ്ട്, നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് പറയണം. അവൾ സന്തോഷമായിരിക്കണം. വീട്ടുപടിക്കൽ കാർ നിന്നു. സന്ധ്യ മയങ്ങുകയായിരുന്നു. വൈദ്യുതി വിളക്കുകൾ തെളിഞ്ഞു കഴിഞ്ഞിരുന്നു വീടിനുള്ളിൽ. കാർ നിന്നതും റീത്ത ഓടിയെത്തി. കാറിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ കുഞ്ഞുമോൾ വീണ്ടും കാറി കരയുവാൻ തുടങ്ങി. റീത്ത അമ്പരന്നു. അവളുടെ മൂക്ക് ചുളിഞ്ഞുപോയി ദുർഗന്ധം കൊണ്ട്. റീത്ത, ഇത് നമ്മുടെ കുഞ്ഞാണ്. ഇന്നു മുതൽ, ഞാൻ ആഹ്ലാദത്തോടെ പറഞ്ഞു. നമ്മുടെ കുഞ്ഞോ? ആരുടേതാണ് ഈ കുട്ടി? റീത്ത പെട്ടെന്ന് ചോദിച്ചു. എൻ്റെ എന്ന് പറയാൻ നാവ് ഉയർത്തിയതാണ്. പക്ഷേ അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ നാവ് സ്തംഭിച്ചു. എൻ്റെ എന്ന് പറഞ്ഞാൽ എല്ലാ കഥകളും, ഞാനും ആനിയും തമ്മിലുള്ള ബന്ധവും ചെറിയാൻ്റെ മരണവും പോലും തുറന്നു പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. എൻ്റെ നെഞ്ചിൽ മാത്രം കിടന്ന ആ കഥ എന്നെ വീർപ്പ് മുട്ടിച്ച് കൊല്ലുകയായിരുന്നു. പക്ഷേ എൻ്റെ എന്ന ഒറ്റ വാക്കിന് റീത്തയെ അടിയോടെ തകർക്കാൻ കഴിയും. കുട്ടികളുണ്ടാകാത്തതിൽ ആർക്കാണ് തകരാറെന്നും ഞങ്ങൾ ഇതുവരെ പരിശോധിച്ചിട്ടില്ല. ഇരുവർക്കും തകരാറുണ്ട്, ഇരുവർക്കും തകരാറില്ല.
ഈ ചിന്താഗതിയായിരുന്നു അല്പം മുമ്പ് വരെ ഞാൻ പോലും. എൻ്റെ കുഞ്ഞാണ് എൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് പറഞ്ഞാൽ റീത്ത പ്രസവിക്കാൻ കഴിവില്ലാത്തവളാണ് എന്ന് ഞാൻ ഉറക്കെ ഉറക്കെ പ്രഖ്യാപിക്കുകയാവും ചെയ്യുക. പ്രസവിക്കാൻ കഴിയാത്ത അവൾക്ക് മുമ്പിലേക്ക് മറ്റൊരുവൾ പ്രസവിച്ച എൻ്റെ രക്തത്തെ വെച്ച് നീട്ടിയിട്ട് കൊണ്ടുപോയി വളർത്തടി, നിനക്ക് കഴിയാത്തത് മറ്റൊരുത്തി ചെയ്തു എന്ന് മുഖത്തടിച്ച് പറയുന്നതിന് തുല്യമാകില്ലേ എൻ്റെ പ്രഖ്യാപനം? അതുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ വികാരങ്ങളും അടക്കി പകരം ഇങ്ങനെ പറഞ്ഞു. റീത്ത അനാഥയായ ഒരു കുഞ്ഞ്, ആരുടേതെന്നറിയില്ല, വഴിയരികിലിരുന്ന് കരഞ്ഞു. ഞാൻ എടുത്തുകൊണ്ട് പോന്നു. ഫാദർ പറഞ്ഞില്ലേ ഒരു കുട്ടിയെ എടുത്തു വളർത്തുന്ന കാര്യം? റീത്ത സ്തംഭിച്ച് നിൽക്കുകയാണ്. നമുക്കിനിയും കുട്ടികൾ ഉണ്ടാകാം റീത്ത, നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? ഉണ്ടായാലും ഈ കുഞ്ഞായിരിക്കും നമ്മുടെ മൂത്ത മോൾ, അവർ ഇളയവരും. ഉണ്ടായില്ലെങ്കിൽ ഇവൾ നമ്മുടെ ഒരേ ഒരു മോൾ. റീത്ത ആലോചിച്ചു. ആശങ്കയോടെ ചോദിച്ചു, ആരെങ്കിലും ഉടമസ്ഥർ വന്നാലോ? ഇല്ല, ആരും വരില്ല. ദൈവം നമുക്ക് തന്നതാണ് ഈ കുഞ്ഞ്. റീത്ത, നമ്മുടെ സങ്കടം ദൈവം കാണുന്നതാണല്ലോ. പ്രാർത്ഥന എന്നും കേൾക്കുന്നതല്ലേ. ദൈവം ഒന്നും അറിയാതെ ഒന്നും ചെയ്യില്ലെന്ന് നാം വിശ്വസിക്കാറില്ലേ? റീത്തയുടെ മുഖം തെളിഞ്ഞു. നീ ആദ്യമായി ഈ കുഞ്ഞിനെ കുളിപ്പിച്ചെടുക്ക് നന്നായിട്ട്, എന്നിട്ട് ആഹാരം കൊടുക്കാം. റീത്ത അവളെ എൻ്റെ പക്കൽ നിന്ന് വാങ്ങി. അപ്പോഴാ മൂക്ക് ചുളിഞ്ഞില്ലെന്ന് ഞാൻ അറിഞ്ഞു. ആശ്വസിച്ചു. റീത്ത അവളെ കുളിമുറിയിലെത്തിച്ചു. എണ്ണ വെച്ച് തല കഴുകി, സുഗന്ധ സോപ്പിട്ട് ദേഹം തേച്ചിറക്കി. ഒക്കെയും നിർവൃതിയോടെ ഞാൻ നോക്കി നിന്നു. കുളിപ്പിച്ച് തോർത്തിയെടുത്തപ്പോൾ ഞങ്ങൾ അന്താളിച്ചു. കുഞ്ഞുമോൾക്കിടാൻ ഒരു ഉടുപ്പില്ല, ഷഡ്ഡിയില്ല. റീത്ത അവളെ ഒരു തോർത്ത് ചുറ്റി ഉടുപ്പിച്ചു. പിന്നെ ഡൈനിങ് റൂമിൽ എത്തിച്ചു. ആഹാരത്തിൻ്റെ മുന്നിലിരുത്തി. കാറുമെടുത്ത് ഞാൻ ഓടി ടൗണിലെത്തി. എൻ്റെ കുഞ്ഞിനിടാൻ ഉടുപ്പുകളും കഴിക്കാൻ പോഷകാഹാരങ്ങളും കളിപ്പാട്ടങ്ങളും വാങ്ങി. ഉടുപ്പിടിവിച്ച് ഞാൻ അവളെ നോക്കി. എൻ്റെ മോൾ സുന്ദരിയാണ്, ഞാൻ പറഞ്ഞു. പിറ്റേന്ന് അവളെ ഞങ്ങൾ ഡോക്ടറെ കാട്ടി, പീഡിയാട്രീഷ്യനെ. പിത്തഗൃഹിണി പിടിച്ച അവളെ 2 മാസം കൊണ്ട് ഡോക്ടർ രോഗമെല്ലാം തീർത്ത് മിടുക്കിയാക്കി തന്നു. മനോഹരിയായ ഒരു പൂമ്പാറ്റയായിരുന്നു അവൾ. കുഞ്ഞിപ്പല്ലുകളും തിളക്കമുള്ള കണ്ണുകളുമായി അവൾ എൻ്റെയും റീത്തയുടെയും ജീവിതത്തിൽ വസന്തം വിരിയിച്ചു. റീത്തയ്ക്ക് അവൾ സ്വന്തം കുഞ്ഞായി മാറിയതും വളരെ പെട്ടെന്നായിരുന്നു. കുഞ്ഞിനെ ഊട്ടുന്നതും കിന്നാരം പറയുന്നതും കഥ പറയുന്നതും പാട്ടുപാടുന്നതും ഒക്കെയായി അവളുടെ ദിനചര്യ. അവൾക്ക് വേണ്ടുന്നതെല്ലാം വാങ്ങിക്കൂട്ടാൻ റീത്തയ്ക്ക് തിടുക്കമായി. കുട്ടിച്ചൻ ചാച്ചനും ജേക്കബും വിവരമറിഞ്ഞു. ആദ്യമൊക്കെ ഇത്തിരി എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും ഒടുവിൽ ഞങ്ങളുടെ നിസ്സഹായതയിൽ സന്തോഷത്തിൽ അവരും പങ്കുകൊണ്ടു. നിങ്ങളുടെ ഇഷ്ടം എന്ന് പറഞ്ഞ് ഒഴിയുകയും ചെയ്തു. ഞങ്ങൾ അവനെ പട്ടുടുപ്പിച്ചു, പൊന്നാഭരണങ്ങൾ ഇടിയിച്ചു, ആളുകളെ ക്ഷണിച്ചു വരുത്തി മാമോദീസ മുക്കി. എൻ്റെ അമ്മച്ചിയുടെ പേരിട്ടു പള്ളിയിൽ എലിസബത്ത്. വീട്ടിൽ വന്നപ്പോൾ റീത്ത പറഞ്ഞു, നമ്മുടെ മോൾക്ക് കുഞ്ഞുമോളൊന്നും പോരാ, എലിസബത്തൊന്നും പോരാ പേര്. പിന്നെ വിളിക്കാൻ നൈസായ മനോഹരമായ ഒരു പേര് വേണം, സ്കൂളിൽ ഇടാനും ഒക്കെയായിട്ട്. എന്ത് പേര്? ഞാൻ ചോദിച്ചു. തിളങ്ങുന്ന മിഴികളോടെ അവൾ പറഞ്ഞു. പറയട്ടെ? പറയൂ, എന്താണെനിക്ക് നാണം. ഐവി റീത്ത പതിയെ പറഞ്ഞു. ഞാൻ അവളെ കെട്ടിപ്പിടിച്ചു. ഹൗ നൈസ് നെയിം, ഹൗ സ്വീറ്റ് നെയിം. കുഞ്ഞുമോളെ ഞാൻ എടുത്തുയർത്തിപ്പിടിച്ചു. റീത്ത ആദ്യമായി അവളെ ആ പേര് വിളിച്ചു. ഐവി. പിന്നെ അവൾ തന്നെ കൂട്ടിച്ചേർത്തു, ഐവി ജോൺ ഫ്രാൻസിസ്. ഐവി മുഖമുയർത്തി. അവളുടെ കയ്യിലിരുന്ന കവറും വായിച്ചു കൊണ്ടിരുന്ന പേപ്പറുകളും ഒന്നാകെ വിറച്ചു. അവൾ ചുറ്റും നോക്കി. മുൻപിൽ അപ്പോഴും അവളെ തുറച്ചു നോക്കിക്കൊണ്ട് ഫ്രിഞ്ചി. വഴിയിൽ ജീപ്പിനുള്ളിൽ SI ചന്ദ്രമോഹൻ, പിന്നിൽ തോമസും ത്രേസ്യാമ്മയും. അവൾ ആകെ വിയർത്തു. അവൾ ആകെ തളരുകയാണ്. താൻ എന്താണ് ചെയ്തത്? എന്തിനു വേണ്ടി? ആർക്കു വേണ്ടി? താൻ ഐവി ചെറിയാനല്ല, ഐവി ജോൺ ഫ്രാൻസിസ് ആണ്. ഐവിക്ക് സ്വന്തം തലയിൽ ആഞ്ഞടിക്കാൻ തോന്നി. അവളുടെ ഭാവപ്രകടനങ്ങൾ ശ്രദ്ധിച്ചു നിന്നിരുന്ന ഫ്രിഞ്ചി പരുഷമായ സ്വരത്തിൽ തന്നെ ചോദിച്ചു, തീർന്നോ? ഐവി മുഖമുയർത്തി. പിന്നെ ശബ്ദം കിട്ടാത്തതുപോലെ ഒരു നിമിഷം. ഇല്ല എന്നവൾ തലയാട്ടി. എന്നാൽ പെട്ടെന്ന് തീർക്ക്. ഫ്രിഞ്ചിക്ക് വീണ്ടും അതേ സ്വരം. ഐവിയുടെ കണ്ണുകൾ വീണ്ടും കത്തിലേക്ക് വന്നു. ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു, തുളുമ്പിയിരുന്നു. അക്ഷരങ്ങൾ കാണാൻ പാടില്ലായിരുന്നു. എങ്കിലും കണ്ണുകൾ തിരുമ്മി അക്ഷരങ്ങൾ തപ്പിത്തേടി അവൾ വായന തുടർന്നു. ഐവി ജോൺ ഫ്രാൻസിസ്. എൻ്റെ ജന്മം ആ പേരുകൊണ്ട് തന്നെ സഫലമായി. എൻ്റെ മോൾ, എൻ്റെ ബീജം, എൻ്റെ തലമുറ. ഞാൻ മരിച്ചാലും എൻ്റെ തലമുറയുണ്ട്. ഞാൻ പാടുപെട്ട് സമ്പാദിക്കുന്നതിനെല്ലാം ഒരവകാശിയുണ്ട്. ഇനി എനിക്ക് എന്താ വേണ്ടത്? റീത്ത പോലും പിന്നെ കുട്ടികൾ ഉണ്ടാകാത്തതിനെക്കുറിച്ച് ഒരിക്കലും പരിതപിച്ചിട്ടില്ല. ഐവി മോളെ, നീ ഞങ്ങൾക്ക് അത്രയ്ക്ക് വലിയ നിധിയായിരുന്നു. അവിടെ തുടർന്ന് താമസിച്ചാൽ നിനക്ക് തിരിച്ചറിവാകുമ്പോൾ
ആരെങ്കിലും പറഞ്ഞ ആനയെക്കുറിച്ചും ചെറിയാനെക്കുറിച്ചും നീ മനസ്സിലാക്കിയെങ്കിലോ എന്ന് കരുതി ഞങ്ങൾ ആ വീടും സ്ഥലവും എല്ലാം വിറ്റു. തറവാടിൻ്റെ പാർട്ടീഷൻ വാങ്ങി. എന്നിട്ടത് കുട്ടിച്ചൻ ചാച്ചന് തന്നെ വിറ്റു. നിന്നെയും കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറി. ഞാൻ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ വാങ്ങി. പിന്നെ പല സ്ഥലത്തേക്കും. ഒടുവിലാണ് ഇവിടെ എത്തിയതും ഇവിടെ നമ്മൾ സെറ്റിൽ ചെയ്തതും. എന്നെ പപ്പായെന്നും റീത്തയെ മമ്മിയെന്നും വിളിക്കാൻ നീയുള്ളപ്പോൾ മറ്റൊരു കുഞ്ഞിനെക്കുറിച്ച് എന്തുകൊണ്ടോ ഞാൻ ആലോചിച്ചിട്ട് പോലുമില്ല. നിന്നെ പ്രസവിക്കാത്ത റീത്ത നിന്നോട് കാട്ടുന്ന സ്നേഹത്തിൻ്റെ പാരമ്യതയിൽ അവളിലെ ന്യൂനത ഒരിക്കലും എൻ്റെ കണ്ണിൽ പെട്ടിട്ടുമില്ല. കാലം എത്ര കടന്നുപോയി. ഞാനിപ്പോൾ ജഡ്ജിയായി. എൻ്റെ മോൾ സുന്ദരിയായി വളർന്നു. ഏറ്റവും യോഗ്യനായ ഒരുവിനെ കണ്ടെത്തി നിന്നെയും ഈ സ്വത്തുക്കളെയും ഏൽപ്പിക്കാനായിരുന്നു പപ്പയുടെ പ്ലാൻ. 2 വർഷം മുമ്പേ ഞാൻ അറിഞ്ഞു മോളും ഫ്രിഞ്ചിയുമായുള്ള അടുപ്പം. ഇടക്കാലം കൊണ്ട് ഞാനും ഫെർണാണ്ടസും തമ്മിലുണ്ടായ ഉരസൽ. ഫെർണാണ്ടസ് മുതലെടുക്കുമെന്ന് ഞാൻ അന്ന് ഭയന്നതാണ്. പിന്നീട് ഇന്നോളം പപ്പ തീച്ചൂളയ്ക്കുള്ളിലായിരുന്നു മോളെ. എന്തുകൊണ്ടാണ് ഇതൊന്നും നേരത്തെ പറഞ്ഞില്ല, മറച്ചു വെച്ചു എന്നുമൊക്കെ ചോദിക്കാം. മോൾ അനാഥയാണെന്നും മോളുടെ അപ്പനെ ഞാൻ കൊന്നു എന്നതും രഹസ്യമായി വച്ചു എന്നതാണല്ലോ മോളുടെ പരാതി. പറയൂ, മോൾ അനാഥയാണോ? എൻ്റെ പൊന്നുമോൾ അനാഥയാണോ? എൻ്റെ പ്രതിരൂപത്തെ നോക്കി നീ അനാഥയായിരുന്നു, നിന്നെ ഞാൻ എടുത്തു വളർത്തിയതാണ് എന്ന് പറയാൻ കഴിയുമോ മോളെ? പിന്നെ മോളുടെ പപ്പ ഇന്നും ജീവിച്ചിരിക്കുന്നു. ഈ ഞാൻ ചെറിയാനെന്നൊരാൾ മോളുടെ മമ്മിയുടെ ഭർത്താവ് മാത്രം. എങ്ങനെയാണ് ആ മരണം നടന്നതും എന്നും വിവരിച്ചല്ലോ ഞാൻ. പറയൂ, പപ്പ രഹസ്യമായി എന്തെങ്കിലും വെച്ചോ? പപ്പായുടെ കയ്യിൽ ചോര പുരണ്ടിട്ടുണ്ടോ? പപ്പയെ മോൾ അട്ടയെപ്പോലെ പുഴുവിനെപ്പോലെ വെറുക്കണോ? ഐവി തേങ്ങിക്കരഞ്ഞു. അവളുടെ കയ്യിലിരുന്ന പേപ്പറിലേക്ക് കണ്ണീർത്തുള്ളികൾ പൊഴിയുന്നത് ഫ്രിഞ്ച് കണ്ടു. അവൻ അമ്പരന്ന് നിന്നു. ഐവി വായന തുടർന്നു. ഞാൻ ഒരേ ഒരാളോടെ അന്നും ഇന്നും തെറ്റ് ചെയ്തിട്ടുള്ളൂ, എൻ്റെ റീത്തയോട്. നീ എൻ്റെ മോളാണ് എന്ന് അഭിമാനത്തോടെ പറയുന്നതിന് പകരം നീ അനാഥയാണ് എന്ന് പറഞ്ഞു. ഒരു പിതാവും പറയാൻ പാടില്ല ആ സത്യം. ഞാനത് പറഞ്ഞത് അവളുടെ സ്ത്രീത്വം അവഹേളിക്കപ്പെടാതിരിക്കാൻ, അപകർഷതാബോധത്തിൽ സങ്കടത്തിൽ അവൾ പിടഞ്ഞു മരിക്കാതിരിക്കാൻ. ഈ ലോകത്തിൽ അവൾക്ക് ഞാനും ഈ മോളും മാത്രമേയുള്ളൂ. എത്രയോ വർഷം മുമ്പ് അവളുടെ ഡാഡിയും മരിച്ചു. ഒരിക്കലും എൻ്റെ മരണം വരെയും ഇങ്ങനെ ഒരു രഹസ്യം അവളിൽ നിന്ന് സൂക്ഷിച്ച് അവളെ രക്ഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എങ്കിലും മോളെ, ഈ കത്ത് നിനക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കും മുമ്പ് ഞാൻ ഈ സത്യം, എല്ലാ സത്യവും അവളോട് തുറന്നു പറഞ്ഞു. എനിക്ക് തന്നെ ലജ്ജ തോന്നിപ്പോയി. ഞാൻ എന്തിന് ഇത്രയും നാൾ ഈ കുരിശ് സ്വയം ചുമന്നു എന്ന്. കാരണം അത്രയ്ക്ക് നല്ല പ്രതികരണമായിരുന്നു അവൾക്ക്. അവൾ എൻ്റെ കാൽക്കൽ വീണു. തെറ്റിദ്ധരിച്ചതിന് മാപ്പ് ചോദിച്ചു. മാത്രമല്ല, എൻ്റെ മകൾ എന്ന നിലയിൽ നിന്നോടും 10 ഇരട്ടി സ്നേഹം വർദ്ധിച്ചിരിക്കുന്നു അവൾക്ക്. ഐവി, പപ്പയുടെ മോളെ, നീ ഓർക്കുന്നോ 8 ദിവസം മുമ്പ് ഒരു വൈകുന്നേരം നീ ആദ്യമായി എൻ്റെ നേരെ പൊട്ടിത്തെറിച്ചത്? ഫെർണാണ്ടസ് നിന്നോട് എന്താണ് പറഞ്ഞിരുന്നതെന്നറിയില്ലെങ്കിലും എല്ലാ സത്യവും റീത്ത അറിയാതെ തന്നെ നിന്നോട് പറയാൻ പപ്പ ആഗ്രഹിച്ചു. പപ്പ നിൻ്റെ വാതിലിൽ മുട്ടി. എത്ര കേണു വിളിച്ചു. പപ്പയുടെ വാക്കും മോൾ കേട്ടില്ല. വാതിൽ തുറന്നില്ല. എപ്പോഴെങ്കിലും മോൾ വാതിൽ തുറക്കുമ്പോൾ പറയാൻ ഞാൻ കാത്തിരുന്നു. പക്ഷേ മോളെ പപ്പയ്ക്ക് പിന്നെ കാണാൻ കഴിഞ്ഞത് ഇന്നാണ്. ഫെർണാണ്ടസ് വന്നു പറഞ്ഞപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട നിധി വീണ്ടെടുക്കാനായി ഞാൻ ഓടി വന്നത്, എല്ലാം തുറന്നു പറയാനും. പക്ഷേ മോളെ, എനിക്ക് മാത്രമായി 5 മിനിറ്റ് തരാൻ മോൾക്കില്ലായിരുന്നു. ഐവി വീണ്ടും തേങ്ങിക്കരഞ്ഞുകൊണ്ട് ബാക്കി വായിച്ചു. എനിക്ക് അഭിമാനം തോന്നുന്നു മോളെ, ജന്മം തന്ന പിതാവിനോടും മോളുടെ ഹൃദയത്തിലുണ്ടായ സ്നേഹമോർത്ത്. എൻ്റെയും റീത്തയുടെയും അതിരുകവിഞ്ഞ സ്നേഹത്തെയും എല്ലാ സുഖങ്ങളെയും വമ്പിച്ച സ്വത്തുകളെയും ഫ്രിഞ്ചിയെപ്പോലും ഉപേക്ഷിക്കാൻ തക്കവിധം നിന്റെ ഹൃദയത്തിൽ അപ്പനോടുള്ള സ്നേഹം നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുന്നു മോളെ. ഈ 8 ദിവസം ചെറിയാൻ്റെ സ്മരണയ്ക്ക് മുൻപിൽ നീ ചൊരിഞ്ഞ സ്നേഹം, അതിനി എനിക്ക് മാത്രമുള്ളതാണല്ലോ എന്നോർക്കുമ്പോൾ മോളെ, ഈ പപ്പായ്ക്ക് ഇതിലപ്പുറം എന്തു വേണം? ഞാൻ മോളെ കുറ്റപ്പെടുത്തുകയില്ല. തെറ്റ് എൻ്റേതാണ്. രഹസ്യം അനാവശ്യമായി സൂക്ഷിക്കാൻ ശ്രമിച്ചത് എൻ്റെ മാത്രം തെറ്റാണ്. എൻ്റെ മാത്രം. എനിക്കറിയാം. ഇപ്പോൾ പോലീസിനെയും കൂട്ടി മോൾ കല്ലറ തുറന്നു കാണും. 18 വർഷമായി അതിനുള്ളിൽ കിടക്കുന്ന ശവശരീരത്തിൻ്റെ അവശിഷ്ടം കാണാം. ശ്രമിച്ചാൽ അത് ചെറിയാൻ്റെ ആണെന്നും തെളിയിക്കാം. ഞാനാണ് കൊന്നത് എന്നതിന് ദൃക്സാക്ഷികളില്ല. പക്ഷേ ഞാനല്ല കൊന്നത് എന്നതിനും ദൃക്സാക്ഷികളില്ല. ഞാൻ പിടിക്കപ്പെടാം. എന്തായാലും എനിക്കിനി പ്രശ്നമില്ല.
3 പേരുടെ മുൻപിൽ ഞാൻ ഈ രഹസ്യം മറച്ചു പിടിച്ചിരുന്നു. 3 പേരുടെ മുമ്പിലും സത്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. റീത്ത, എൻ്റെ മോൾ, പിന്നെ പിതാവിൻ്റെ മുമ്പിൽ. ഇന്നാദ്യമായി ഞാൻ കുമ്പസാരം നടത്തി. ഇക്കാര്യത്തിന് വേണ്ടി കർത്താവ് എനിക്ക് വേണ്ടി പുറത്തു തരാൻ പ്രാർത്ഥിക്കും എന്നും ഫാദർ സേവ്യർ തോമസ് പറഞ്ഞു. റീത്തയും മാപ്പ് തന്നു. മോളുടെ മറുപടി മാത്രമേ ഇനി അറിയാനുള്ളൂ. പപ്പയോട് ക്ഷമിച്ചോ? ക്ഷമിച്ചുവെങ്കിൽ ഫ്രിഞ്ചിയോട് പറഞ്ഞു വിട്. അല്ലെങ്കിൽ ഫ്രിഞ്ചിയോടൊപ്പം വരൂ പപ്പയുടെ അടുത്തേക്ക്. ഫ്രിഞ്ചിക്ക് മോളോട് ഒരു ദേഷ്യവുമില്ല, സ്നേഹക്കുറവുമില്ല. മോൾ പോയ ദിവസം മുതൽ ഫ്രിഞ്ചി എത്ര വിഷമിക്കുന്നുവെന്നോ. നിങ്ങളുടെ വിവാഹം നടക്കണം. പപ്പയ്ക്ക് സമ്മതമാണ്, റീത്തയ്ക്ക് സമ്മതമാണ്. ഫെർണാണ്ടസും സമ്മതിച്ചു കഴിഞ്ഞു. പപ്പയെ പോലീസ് പിടിച്ചാലും വിചാരണ ചെയ്താലും ഒന്നും ഈ തീരുമാനത്തിന് മാറ്റമില്ല. പറയൂ, പപ്പയോട് ക്ഷമിച്ച് മോൾ വരുമോ? വരും, ഞാൻ വരും പപ്പ, ഞാൻ വരും. ആ കടലാസുകൾ തലയിൽ വെച്ച് സ്വയമറിയാതെ ഐവി പുലമ്പി. ഞാൻ വരും, ഞാൻ വരും. എന്താ എന്താ ഐവി ഉണ്ടായേ? എന്താണ് കത്തിൽ? ഫ്രിഞ്ചി ചോദിച്ചു. അവൾ പരിസരം മറന്ന് അവൻ്റെ നെഞ്ചിലേക്ക് വീണ് നിലവിളിച്ചു. ഞാൻ എൻ്റെ പപ്പായെ തെറ്റിദ്ധരിച്ചതാ ഫ്രിഞ്ചി. ഞാൻ എൻ്റെ പപ്പായെ ഒറ്റിക്കൊടുത്ത് ചതിച്ചു. എന്താ പറഞ്ഞത്? തെറ്റിദ്ധരിച്ചോ? ഫ്രിഞ്ചി ആ പേപ്പറുകൾ വലിച്ചെടുത്തു. പിന്നെ ധൃതിയിൽ അതിലൂടെ കണ്ണോടിച്ചു. മൈ ഗോഡ്, ഇതായിരുന്നോ സംഭവം? പെട്ടെന്നത് വായിച്ചു തീർത്ത് ഫ്രിഞ്ചി സ്വയം പുലുമ്പി. ഐവി, ഫ്രിഞ്ചി വിളിച്ചു. എനിക്കിപ്പോൾ പോണം ഫ്രിഞ്ചി, എൻ്റെ പപ്പായുടെ അടുത്ത്. ഓ ജീസസ്, ഞാൻ എത്ര വേദനിപ്പിച്ചു എൻ്റെ പപ്പയെ. അവൾ നിലവിളിക്കുകയാണ്. സംഭവം എന്തോ പന്തികേടനല്ലോ എന്ന് കരുതി SI ജീപ്പിൽ നിന്നിറങ്ങി അവരുടെ അടുത്തെത്തി. എന്താ പ്രശ്നം? ഐവി പെട്ടെന്ന് തിരിഞ്ഞ് ചന്ദ്രമോഹൻ്റെ 2 കരങ്ങളും കവർന്നെടുത്ത് കണ്ണിൽ വെച്ചു. സർ, നന്ദി സാർ, ഒരുപാട് നന്ദി സാർ. ആ കല്ലറയിൽ നിന്നും അത് മാറ്റിയതിന് ഞാൻ എന്താ പ്രതിഫലം തരേണ്ടത്? അതൊന്നും ചെയ്തത് എൻ്റെ പപ്പയല്ല സാർ, ഞാൻ തെറ്റിദ്ധരിച്ചതാ. നോക്കിക്കോ. അവളുടെ ഭാവമാറ്റം കണ്ട് അന്തം വിട്ടു നിൽക്കുകയായിരുന്നു അദ്ദേഹം. ഐവി ഫ്രിഞ്ചിയുടെ കയ്യിൽ നിന്ന് കത്ത് വാങ്ങി SIക്ക് കൊടുത്തു. നോക്കൂ സാർ, വായിച്ചു നോക്ക്. എൻ്റെ പപ്പ അല്ല സാർ, ഒരിക്കലുമല്ല. എൻ്റെ പപ്പായെ ഒന്നും ചെയ്യല്ലേ. അവൾ കൈകൂപ്പി. കത്ത് വായിച്ച് SI സ്വയം പറഞ്ഞു. ഓ ഗോഡ്. പിന്നെ ഐവിയെ നോക്കി. ഈ മനുഷ്യനെ കൊലക്കുറ്റത്തിന് ശിക്ഷിക്കാനായിരുന്നോ കുട്ടി ഈ പണിയൊക്കെ ചെയ്തത്? ഐവി തേങ്ങി ഉറക്കെ. കുട്ടി ജന്മം തന്നു എന്ന ഒറ്റ കാരണത്തിന് വേണ്ടി 18 വർഷം ജീവൻ തന്നു വളർത്തിയവരോട് ഇത്രയ്ക്കും ക്രൂരത കാട്ടാൻ പാടുണ്ടായിരുന്നോ? ഇത്രയ്ക്കേ ഉള്ളൂ വിചാരം? ജനിപ്പിക്കുന്ന ആളല്ല തന്ത, വളർത്തി കാര്യപ്രാപ്തിയാക്കുന്ന ആളാണ്. അതറിയില്ലേ? ഐവി കരച്ചിലോട് കരച്ചിൽ. ഫെർണാണ്ടസ് സാർ ഇടയ്ക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഐവിയുടെ പപ്പയുടെ കയ്യിൽ വിലങ്ങിട്ട് പോകുമായിരുന്നല്ലോ. എനിക്കെൻ്റെ പപ്പയെ കാണണം ഫ്രിഞ്ചി. പോകാം. അവൾ ഓടി അകത്ത് കയറി. താഴെ വെച്ചിരുന്ന വാനിറ്റി ബാഗും എയർ ബാഗും ബ്രീഫ് കേസും ഗിത്താറും ഒക്കെ വാരി വലിച്ചെടുത്തു. മോളെ, തോമസും ത്രേസ്യാമ്മയും അന്തം വിട്ട് നിൽക്കുകയാണ്. അവർക്കൊന്നും മനസ്സിലായില്ല. മോളെ എവിടെ പോകുന്നു? ഞാൻ എൻ്റെ വീട്ടിൽ, ഐവി പറഞ്ഞു. ഇനി എന്നാ വരുന്നത്? എന്തിന്? ഞാൻ വരുന്നില്ല. അല്ല, മിഷ്യം മേടിക്കാമെന്ന് മോള് പറഞ്ഞില്ലേ? തോമസ് ചോദിച്ചു. അതിന് നിങ്ങളെൻ്റെ ആരാ? ഐവി പെട്ടെന്ന് ചോദിച്ചു. അതെന്താ മോളെ ഇങ്ങനെ ചോദിക്കുന്നത്? ഞാൻ മോളുടെ അപ്പാപ്പനല്ലേ? മോള് ചെറിയാൻ ചേട്ടൻ്റെ മകളല്ലേ? അല്ല, ഞാൻ നിങ്ങളുടെ ആരുമല്ല, ചെറിയാൻ എന്നവൻ്റെ ആരുമല്ല. തോമസ് അമ്പരന്നു. ത്രേസ്യാമ്മയും ആകെ പരിഭ്രമിച്ചു. അതെ, അയാൾ ക്രൂരനാണ്, ദുഷ്ടനാണ്, അതിനീചൻ, മൃഗം. അയാൾ എൻ്റെ ആരുമല്ല. ഞാൻ ജഡ്ജി ജോൺ ഫ്രാൻസിസിൻ്റെ മകളാണ്, ഐവി ജോൺ ഫ്രാൻസിസ്. അവൾ ആ കൊച്ചു വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി നടന്നു പുറത്തേക്ക്. നില്ലടി അവിടെ. മുറിക്കുള്ളിൽ നിന്നും തോമസ് ഒറ്റ ചാട്ടത്തിന് പുറത്തിറങ്ങി ഐവിയെ കടന്നു പിടിച്ചു. നീ അങ്ങനെ അങ്ങ് മിടുക്കിയായി പോകാതെ. എൻ്റെ ചേട്ടനെ കൊന്നതാരെന്നും കല്ലറയ്ക്കുള്ളിൽ ഇട്ടത് ആരാണെന്നും ആ അസ്ഥികൾ അവിടെ നിന്ന് മാറ്റിയത് ആരാണെന്നും നിനക്കറിയാം. നിന്നെക്കൊണ്ട് ഞാനത് പറയിപ്പിക്കും. തോമസ് ആക്രോശിച്ചു. ഞാൻ ഈ നാട്ടുകാരെ വിളിച്ചു കൂട്ടി എല്ലാവരോടും സത്യം പറയാൻ പോവാ. ഐവി വല്ലാതെ ഭയന്നുപോയി. എല്ലാ ധൈര്യവും പമ്പ കടന്നു. നാട്ടുകാരെ വിളിച്ചു കൂട്ടിയാൽ നാട്ടിളക്കി ഒരു തെളിവുമില്ല. പപ്പായുടെ ഈ കത്തല്ലാതെ ഈ കത്ത് കോടതിയിൽ തെളിവാകുമോ? പപ്പ സത്യം പറഞ്ഞാൽ അംഗീകരിക്കപ്പെടുമോ? വഴിയിലേക്ക് നീങ്ങി നിന്ന് എന്തൊക്കെയോ തമ്മിൽ ചർച്ച ചെയ്തിരുന്ന ഫ്രിഞ്ചിയും എസിയും തിരിഞ്ഞു നോക്കി. അവർ ഓടി വന്നു. എന്താ ഇവിടെ? എന്താടോ? എസ് തോമസ് നേരെ തിരിഞ്ഞലറി. വിടടാ അവളെ. തോമസ് പിടിവിട്ടു. എന്താടാ കാര്യം? സാറേ, എൻ്റെ ചേട്ടൻ ഒളിച്ചോടിപ്പോയതാന്ന് പറഞ്ഞു. വെറുതെയാ സാറേ, തല്ലിക്കൊന്ന കല്ലറയ്ക്കകത്താക്കിയതാ സാറേ, തോമസ് പറഞ്ഞു. ഏത് കല്ലറയ്ക്കകത്ത്? സെമിത്തേരിയിലെ ഇന്ന് തുറന്ന കല്ലറയിൽ. അതിനുള്ളിലൊന്നുമില്ലായിരുന്നല്ലോ. മാറ്റിയതാ സാറേ. ആരാ നീ പെണ്ണിനെ അറിയാം സാറേ? മാറ്റിയതാന്ന് ഉറപ്പാണോ?
എന്ന് വെച്ചാൽ ആ സാധനം അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് നിങ്ങൾ കണ്ടു? തോമസ് അന്താളിച്ചു പോയി. കണ്ടോടാ? എസ് ഐ ഗൗരവത്തിലായി. കണ്ടില്ല. റാസ്കൽസ് കള്ളം പറയുന്നു. എസ് ഐ തോമസിൻ്റെ മുണ്ടിന് കൂട്ടിപ്പിടിച്ചു. അയ്യോ സാർ, ഐവി ഇടിയിൽ കയറി. അയാളെ കൂട്ടിക്കൊണ്ടുപോയത് ഞാനാ. എന്നെ ശിക്ഷിച്ചോളൂ. കല്ലറ തുറക്കാൻ നടക്കുന്നു. നിങ്ങൾ 3 പേരും അത് മാന്തി തുറക്കുന്നതും കണ്ടാണ് ഞാൻ നിന്നത്. 3നെയും അകത്താക്കാത്തത് എന്താണെന്നറിയോ? തോമസിൻ്റെ മുഖം കുനിഞ്ഞു. പിന്നെ തന്നോടൊരു കാര്യം. ആ ചെറിയാൻ എവിടെയോ പോയതായിരിക്കും. ഇന്ന് കല്ലറ തുറന്നപ്പോൾ ഒന്നും കണ്ടില്ലല്ലോ. ഇനി കാണുകയുമില്ല. അയാൾ എന്തെങ്കിലും തിരിച്ചു വരും. കാത്തിരുന്നു. പിന്നെ ഈ പെങ്കൊച്ച് അയാളുടെ മകളല്ല, ജഡ്ജി ജോൺ ഫ്രാൻസിസിൻ്റെ മകളാ. കേട്ടല്ലോ? എന്നിട്ടെന്താ, വിശ്വാസമായില്ലേ? ആയി സാറേ. അന്നേ ചേട്ടൻ പറയുമായിരുന്നു ആ ചേട്ടത്തി പിഴയാന്നും ഒരു പെങ്കൊച്ചുള്ളത് അങ്ങേരുടേതല്ലെന്നും രാത്രിയിൽ ആരാണ്ടൊക്കെ വരുന്ന പതിവുണ്ടെന്നും ഒക്കെ തോമസ് പറഞ്ഞു. മതി വിസ്തരിക്കണ്ട. നാട്ടുകാരെ വിളിച്ചു കൂട്ടാനും പോക്കൃതരം കാട്ടാനും തുടങ്ങിയ താൻ അകത്താ. കേട്ടല്ലോ? തോമസിൻ്റെ നാവിറങ്ങി. ഇനി പോകാം, എസ് ഐ പറഞ്ഞു. കുട്ടിയെ DYSP സാറിൻ്റെ മുൻപിലെത്തിക്കേണ്ടത് എൻ്റെ ഡ്യൂട്ടിയാണ്. സാർ, എനിക്ക് എൻ്റെ പപ്പയെ കാണണം, ഐവി പറഞ്ഞു. അത് രണ്ടാമത്. ആദ്യം കുട്ടിയുടെ പേരിലുള്ള കേസ് പിൻവലിച്ചിട്ട്. ഫ്രിഞ്ചിയും തലയാട്ടി. ഐവി ഫ്രിഞ്ചിയുടെ കാറിനുള്ളിൽ സാധനങ്ങൾ വെച്ചു. അവനോടൊപ്പം മുൻസീറ്റിലിരുന്നു. ആദ്യം എസ് ഐ ജീപ്പ് വിട്ടു. പിന്നാലെ കാറും. കാറിനുള്ളിൽ നിശബ്ദത നിറഞ്ഞു നിന്നു. ഇരുവരും നിശബ്ദരായിരുന്നു. ഫ്രിഞ്ച് ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധിച്ചു. താൻ ഒപ്പം ഇരിക്കുമ്പോൾ ഒരു കൈകൊണ്ട് അവൻ കാട്ടുന്ന കുസൃതികൾ ഐവി അറിയാതെ ഓർത്തുപോയി. തങ്ങൾ തമ്മിൽ ഇത്രയും അടുത്തിരുന്നിട്ടും ഒരുപാട് അകലമുണ്ടോ? 8 ദിവസം കൊണ്ട് ഇത്രയൊക്കെ അകലം വരുമോ രണ്ടുപേർ തമ്മിൽ? വരും. ഫ്രിഞ്ചിയെ പൂർണ്ണമായും മറക്കാനായിരുന്നില്ലേ തൻ്റെ ശ്രമം? ഇന്നും പോലീസിൻ്റെയും നാട്ടുകാരുടെയും മുൻപിൽ വെച്ച് കല്ലറ തുറക്കുക, ശരീരാവശിഷ്ടം എല്ലാവരെയും കാട്ടുക, പിന്നെ പ്രഖ്യാപിക്കുക, ഇത് എൻ്റെ അപ്പൻ ചെറിയാൻ്റെയാണ്. 18 വർഷം മുമ്പ് ജഡ്ജി ജോൺ ഫ്രാൻസിസ് കൊന്ന ചെറിയാൻ. DYSP ഫെർണാണ്ടസ് കൂടിയാണ് കല്ലറയ്ക്കുള്ളിൽ കൊണ്ടുവന്നിട്ടത്. കേസ് ചാർജ് ചെയ്യിക്കുക. സന്ധ്യയ്ക്ക് മുൻപ്. എസ് ഐ അനുവദിച്ച 48 മണിക്കൂർ തീരുമ്പോൾ അയാൾക്ക് മുൻപിൽ ഹാജരാകണം. ശവമായി. വിഷം നേരത്തെ കരുതിയിട്ടുണ്ട് ബാഗിനുള്ളിൽ. പിന്നെ ആ ശവം ഫെർണാണ്ടസ് എന്ന മനുഷ്യന് ഫ്രിഞ്ചിക്ക് മുമ്പിൽ ഹാജരാക്കട്ടെ. അങ്ങനെയൊക്കെ ചിന്തിച്ചവളാണ്. ഓർത്തപ്പോൾ കരച്ചിൽ പൊട്ടി. ഫ്രിഞ്ചി ഒന്ന് നോക്കി. ഒരക്ഷരം മിണ്ടിയില്ല. ഐവി ബാഗ് തുറന്നു. സൂത്രത്തിൽ ആ കുപ്പിയെടുത്തു. മാരകമായ വിഷം നിറച്ച കുപ്പി. ഫ്രിഞ്ചി ശ്രദ്ധിക്കാത്ത വിധത്തിൽ കാറിൻ്റെ സൈഡിലൂടെ അകലേക്ക് എറിഞ്ഞു. എങ്കിലും ഫ്രിഞ്ചി അത് കണ്ടിരുന്നു. അതെന്താണെന്ന് ഊഹിക്കുകയും ചെയ്തു. അതോടെ നെഞ്ചിൽ വിങ്ങലുണ്ടായി. ഇവൾ സാധാരണക്കാരിയല്ല. എന്തൊരു മനക്കെട്ടി! എന്തൊക്കെ ചെയ്തു കൂട്ടാനൊരുങ്ങി! ഫ്രിഞ്ചി, ഐവി വിളിച്ചു. അവൻ വിളകിയിട്ടില്ല. നോക്കിയതുമില്ല. ഫ്രിഞ്ചി! ഒരു പൊട്ടിക്കരച്ചിലോടെ അവൾ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു. പിന്നെയും ചോദിച്ചു, എന്നോട് ഇത്രയ്ക്കും ദേഷ്യായോ? ഇയാളെന്തിനാ കരയുന്നത്? ഫ്രിഞ്ചി മെല്ലെ ചോദിച്ചു. എന്നോടൊന്നും മിണ്ടാതെ, ഒന്ന് നോക്കാതെ അവൾ തേങ്ങി. ഒന്നും മിണ്ടാതെ, ഒന്ന് നോക്കുപോലും ചെയ്യാതെ, എന്നെക്കുറിച്ച് ഒരോർമ്മ പോലും ഇല്ലാതെ 8 ദിവസം നീ. ഫ്രിഞ്ചി പൂർത്തിയാക്കും മുൻപ് അവൾ അവൻ്റെ വായ അടച്ചു പിടിച്ചു. പറയല്ലേ, ഒന്നും പറയല്ലേ. ഇനി ഒന്നും കേൾക്കാൻ എനിക്കാവില്ല ഫ്രിഞ്ചി. ഇയാളെങ്കിലും എന്നോടൊന്നും പറയല്ലേ. ഇനിയും അഭിനയിക്കാനും പിടിച്ചു നിൽക്കാനും ഫ്രിഞ്ചിക്ക് കഴിഞ്ഞില്ല. അയാളുടെ ഇടതുകര അവളെ വലയം ചെയ്തു. തന്നോട് ചേർത്ത് പിടിച്ചു. മെല്ലെ ചുമലിൽ തട്ടി. ഐവി, ഈ 8 ദിവസം ഞാൻ എങ്ങനെയാ കഴിഞ്ഞതെന്ന് ഇയാൾക്കറിയോ? ഞാനും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഞാനും എത്ര വിഷമം സഹിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്നറിയോ? എങ്കിലും ഇയാൾ ഇത്രയൊക്കെ ചെയ്തല്ലോ. എൻ്റെ സ്ഥാനത്ത് ഫ്രിഞ്ചിയാണെങ്കിലോ ഇങ്ങനൊരു വിഷയം പെട്ടെന്നറിഞ്ഞാൽ എന്താ ചെയ്യുക? ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ലടോ. പക്ഷേ താൻ എന്നെപ്പോലും ശിക്ഷിക്കുകയായിരുന്നില്ലേ? ഐവി അവൻ്റെ തോളിൽ അമർത്തിപ്പിടിച്ചു. താനും തൻ്റെ ചിരിയും തൻ്റെ ഗിത്താറും ഒക്കെ ഇല്ലാത്ത ഞാൻ എങ്ങനെ മുൻപോട്ട് പോകുമായിരുന്നടോ? ഐവി നിശബ്ദം കണ്ണീരൊഴുക്കി. എന്നിട്ട് താൻ എന്താ തീരുമാനിച്ചത്? ഒടുവിൽ സൂയിസൈഡിങ്. ഫ്രിഞ്ചി, ഐവി പൊട്ടിക്കരഞ്ഞു. കരയല്ലേ, കരയണ്ട. ഇനി ഞാൻ ഒന്നും ചോദിക്കുകയില്ല. ഷുവർ, ഫ്രിഞ്ചി പറഞ്ഞു. പോരാ, ഇതൊന്നും പോരാ. എന്നെ ക്രൂരമായി ചീത്ത പറഞ്ഞോളൂ, വെറുത്തോളൂ, ഇറക്കി വിട്ടോളൂ. എന്നാലും ഒന്നുമാകില്ല. ശിക്ഷ ഒന്നുമാകില്ല. ഫ്രിഞ്ചി ഒന്നുകൂടി ഇറുകി ചേർത്ത് അവളെ പിടിച്ചു. ഒരു കൈക്ക് ചെയ്യാവുന്നിടത്തോളം ബലം കൊടുത്തിട്ട് ഐവി അവനോട് ഒന്നുകൂടി ചേർന്നിരുന്നു, അവനിലേക്ക് അലിഞ്ഞു ചേരാൻ എന്നതുപോലെ. ഫ്രിഞ്ചി വിഹാറിൽ കാറെത്തും മുമ്പേ ജീപ്പ് എത്തിക്കഴിഞ്ഞിരുന്നു. ഫെർണാണ്ടസും എസ് ഐ ചന്ദ്രമോഹനും അവരെ കാത്തിരിക്കുകയായിരുന്നു. ഐവി കുറ്റബോധത്തോടെ, ആകെ വിഷമത്തോടെ കാറിൽ നിന്നിറങ്ങി. ഫെർണാണ്ടസ് അടുത്തു ചെന്നു. മോളെ, ഒന്നും മനഃപൂർവ്വമല്ല. നീ അന്നത് കേൾക്കുമെന്ന് ഒട്ടും കരുതിയതുമില്ല.
നിന്നെയും എൻ്റെ മോനെയും തമ്മിൽ പിരിക്കാനോ നിന്നെയും ജോണിനെയും തമ്മിൽ പിരിക്കാനോ ഒന്നും ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ജോണിൻ്റെ എല്ലാ നല്ല വശങ്ങളും ഏറ്റവും കൂടുതൽ അറിയുന്നവനാണ് ഞാൻ അയാൾക്ക് ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. എന്നിട്ടും എനിക്കൊരാവശ്യം വന്നപ്പോൾ അയാൾ ചെയ്തില്ല. അതിൻ്റെ പക ഇത്തിരി ദുഃഖിപ്പിക്കണം എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. കുട്ടിയോട് പിണക്കമൊന്നുമില്ല. മാരേജിനും തടസ്സവുമല്ല ഞാൻ. ഒന്ന് നിർത്തി അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജോണല്ല, ആനിയാണ് ചെറിയാനെ കൊന്നതെന്ന് ഞാൻ പോലും ഇപ്പോൾ ചന്ദ്രമോഹൻ പറയുമ്പോഴാണ് അറിയുന്നത്. കഷ്ടം, അയാൾക്ക് എന്നോട് അന്നേ സത്യം പറയാമായിരുന്നു. മരിച്ചുപോയ ഒരു സ്ത്രീയുടെ സൽപ്പേര് നിലനിർത്തിയിട്ട് എന്ത് നേടാനാണ്? അദ്ദേഹം ആ സ്ത്രീയെ അത്രയധികം സ്നേഹിച്ചിട്ടുണ്ടാവും സാർ, SI പറഞ്ഞു. ആവോ, ഫെർണാണ്ടസ് പെട്ടെന്ന് പറഞ്ഞു. മിസ്റ്റർ ചന്ദ്രമോഹൻ, പ്രശ്നങ്ങളൊക്കെ തീർന്നിരിക്കുന്നു. ഐവിയെ ഞാൻ ഏറ്റെടുത്തെന്ന് ഒപ്പിട്ട് തന്നാൽ പോരെ? മതി സാർ, ഇനി എനിക്ക് പോകാമല്ലോ. പോകാം. ഫ്രിഞ്ചിയും നന്ദി പറഞ്ഞു. കുട്ടിക്ക് പപ്പയെ കാണണ്ടേ? ഫെർണാണ്ടസ് ചോദിച്ചു. ഐവിക്ക് കരച്ചിൽ പൊട്ടി. കരയണ്ട, ആള് ഭയങ്കരനാണ്. ഇത്ര സൂക്ഷ്മമായി ഇത്രയും കാലം ഇത് മറച്ചു വെച്ചില്ലേ? അസാമാന്യ കഴിവ് തന്നെ. ഫെർണാണ്ടസ് കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി. നിങ്ങളും കയറിക്കോളൂ, ഞാൻ കൊണ്ടുചെന്നാക്കാം. തുടങ്ങിയത് ഞാനാകുമ്പോൾ അവസാനിപ്പിക്കേണ്ടുന്ന ബാധ്യത എനിക്ക് തന്നെ. പിൻസീറ്റിൽ ഫ്രിഞ്ചിയും ഐവിയും കയറി. ഒപ്പം അവളുടെ ബാഗ് മുതൽ ഗിത്താർ വരെ. കാർ ഐവി വില്ലയുടെ ഗേറ്റ് കടന്നു. ഐവി വില്ല. ഐവി ആ പേര് ശ്രദ്ധിച്ചു. തൻ്റെ പപ്പ തനിക്ക് വേണ്ടി പണി കഴിപ്പിച്ച കൊട്ടാരം തൻ്റെ പേരിട്ട്. കത്തിലെ വാക്കുകൾ അറിയാതെ ഓർത്തുപോയി. ഈള കെട്ടിയ കണ്ണുകളും പാറിപ്പറന്ന മുടിയും കണ്ണീരൊഴുകിയ കവിളും മാലിന്യം നിറഞ്ഞ ദുർഗന്ധപൂരിതമായ ശരീരവും സ്വന്തം രക്തമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതൊന്നും കണക്കാക്കാതെ ഉമ്മകൾ കൊണ്ട് മൂടി. ഐവിക്ക് തേക്കം തൊണ്ടയോളം എത്തി. ആ പപ്പയോട് എന്തെല്ലാം ഞാൻ പറഞ്ഞു, എത്രയധികം വേദനിപ്പിച്ചു. കാർ പോർച്ചിൽ നിന്നു. മൂവരും ഇറങ്ങി ബെല്ലടിച്ചു. ജോലിക്കാരിയാണ് വാതിൽ തുറന്നത്. അങ്കിളും ആൻറ്റിയും എവിടെ? ഫ്രിഞ്ച് ചോദിച്ചു. മുറിയിലുണ്ട്. വിളിക്കണോ? വേണ്ട, പോയി കണ്ടോളാം. ഫെർണാണ്ടസ് അകത്തേക്ക് കയറി. ജോലിക്കാരിയുടെ കണ്ണുകൾ ഐവിയുടെ മുഖത്ത് ആശ്ചര്യത്തോടെ പതിഞ്ഞു. ഐവി അവളെ ശ്രദ്ധിക്കാതെ ഫ്രിഞ്ചിയോടൊപ്പം അകത്തേക്ക് കയറി. ഹാളിലൂടെ കടന്ന് ചെറിയ കോറിഡോറിലേക്ക് പോകുമ്പോൾ ഐവി ഇരുവർക്കും മുമ്പിലെത്തി. പപ്പയുടെ മുറിയിലേക്ക് ആദ്യം ഓടിക്കയറിയതും ഐവിയാണ്. ജോൺ കസേരയിൽ ചാരി ഇരിക്കുന്നുണ്ടായിരുന്നു, പിന്തിരിഞ്ഞ് മേശയ്ക്ക് മുൻപിൽ. പപ്പ, സങ്കടവും സന്തോഷവും അതിരറ്റ സ്നേഹവും തിങ്ങിക്കലർന്ന സ്വരത്തിൽ ഐവി വിളിച്ചു. പിന്നിൽ നിന്നും കഴുത്തിലൂടെ അവൾ കൈയിടുകയും ചെയ്തു. ജോൺ അനങ്ങിയില്ല. കഴുത്തിലൂടെ കൈയിട്ട് മുൻപോട്ട് നോക്കിയപ്പോഴാണ് കണ്ടത് മേശപ്പുറത്ത് ഒരു പേപ്പറും പേനയും. പേപ്പറിന്മേൽ വലിയ അക്ഷരങ്ങൾ സ്വയം വിളിച്ചു പറയുന്നു. മോളെ, പപ്പയ്ക്ക് വിട. ഞാനൊരു ജഡ്ജിയാണ്. തെറ്റുകാരനല്ലെങ്കിൽ പോലും ഒരു പോലീസ് അന്വേഷണത്തെ നേരിടാൻ വയ്യ. അഭിമാനം സമ്മതിക്കുന്നില്ല. ദുരഭിമാനമാകാം. മോൾ സങ്കടപ്പെടരുത്. പപ്പ യാത്ര പറയുന്നു. അതാണ് നന്ന്. മോളുടെ പപ്പ, ഐവി അലറി വിളിച്ചു. വാതിൽക്കൽ നിന്നിരുന്ന ഫ്രിഞ്ചിയും ഫെർണാണ്ടസും അമ്പരന്നു. അവർ ഓടിയെത്തി. വല്ലാത്ത നടുക്കത്തോടെ അവരും ആ സത്യത്തെ ഉൾക്കൊണ്ടു. ജോണിൻ്റെ തണുത്ത ശരീരം മാസകലം ഉമ്മകൾ വെച്ച് ഐവി അലറിക്കരഞ്ഞു. പപ്പ, എന്നോട് എന്തിനാ പപ്പ ഇത് ചെയ്തത്? 5 മിനിറ്റ് ഞാൻ തരാഞ്ഞിട്ടോ? ക്ഷമിക്കണം സുഹൃത്തെ, ഞാൻ തന്നെ കൊന്നു. ഫെർണാണ്ടസ് പിറുപിറുത്തുപോയി. ഫ്രിഞ്ചിക്കും സങ്കടം വന്നു. മമ്മി, ഐവി ഉറക്കെ നിലവിളിച്ചു. നീട്ടി വിളിച്ചു. ആ വീട്ടിൽ നിന്നും ആ വിളിക്കും പ്രതികരണമില്ലായിരുന്നു. ഐവി ആകെ ഭയന്നു. അവൾ വല്ലാത്തൊരവസ്ഥയിൽ നിലവിളിയോടെ ആ മുറിയിൽ നിന്നിറങ്ങി. ഐവി കണ്ടു റീത്തയെ, അവളുടെ മമ്മിയെ. മുറിയിൽ ഭിത്തിമേൽ ചാരി പ്രതിമ പോലെ തുറച്ച കണ്ണുകളുമായി. മമ്മി, എൻ്റെ മമ്മി. ഐവി അവരുടെ മടിയിലേക്ക് വീണ് ഉറക്കെ കരഞ്ഞു. മമ്മിയെ എന്നെ പ്രസവിച്ചത് വേറെ ആരുമല്ല. എനിക്ക് വേറൊരു മമ്മിയില്ല. നോക്കൂ മമ്മി, പപ്പ അവിടെ. റീത്ത പെട്ടെന്ന് അലറിക്കരഞ്ഞു. മമ്മി, ഐവിയും കരഞ്ഞു. റീത്ത അവളെ കെട്ടിപ്പിടിച്ചു. മോളെ, നിൻ്റെ പപ്പ, എൻ്റെ ദൈവം. ഒടുവിൽ അവരുടെ കരച്ചിൽ ഒന്നായി. ഒരുമിച്ച് ആർത്തലച്ചവർ കരഞ്ഞു. 5 മിനിറ്റ് രാവിലെ സ്വന്തം മകൾക്ക് മുമ്പിൽ നിന്ന് യാചിച്ച പപ്പ. 5 മിനിറ്റ് ആ മകൾ പപ്പയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ മകളെ സ്വീകരിക്കാൻ പപ്പയും ഉണ്ടാകുമായിരുന്നോ? ഐവി കരഞ്ഞു. നിർത്താതെ കരഞ്ഞു. ഒരിക്കലും പറ്റാത്ത കണ്ണീർ അവളുടെ കണ്ണുകളിലൂടെ പെയ്തുകൊണ്ടിരുന്നു. അത് പിന്നെ തോർന്നതേയില്ല.